വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ പുതിയൊരു ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എന്താണെന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനിയാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവർക്ക് പ്രീവിയസ് ഇയറിനകത്ത് എപ്പോഴെങ്കിലും ലോസ് ഉണ്ടാവും. മനസ്സിലായി? ഈ ലോസ് ഇവർക്ക് ബിസിനസ് ലോസ് ആണ്. ഇവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. വരുന്ന വർഷങ്ങളിൽ ഇൻകം ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലേ? അങ്ങനെയല്ലേ റൂൾ? അതായത് ബിസിനസ് ലോസ് ആണെങ്കിൽ ബിസിനസ് ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഭാവിയിൽ എന്തുണ്ടെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഇൻകവുമായിട്ട് ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരിക്കുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ ബിസിനസ് ലോസോ ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഇവിടെ സെക്ഷൻ 79 പറയുന്ന ഒരു അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് ലോസിനെ ഫ്യൂച്ചറിലെ ഇൻകവുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. നോ ഇഷ്യൂസ്. പക്ഷേ ഈ ലോസ് ഉണ്ടാവുന്ന സമയത്തുണ്ടായിരിക്കുന്ന കമ്പനിയിലെ അറ്റ്ലീസ്റ്റ് 51% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഏത് വർഷമാണോ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുന്നത് ആ വർഷം ഉണ്ടായിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്, ഓക്കെ, അതിന്റെ 51% എങ്കിലും ഏത് വർഷം ഈ ലോസ് നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യുന്ന വർഷം ഉണ്ടായിരിക്കണം. മനസ്സിലായി? അത് എന്തിനായിരിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ലോസ് ഉണ്ടായി, ഓക്കെ, ലോസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം എല്ലാ ഷെയർ ഹോൾഡേഴ്സും പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ടാണ് പുതിയ ഷെയർ ഹോൾഡേഴ്സ് കയറി പറഞ്ഞത്. സോ ഇവിടെ ആ മാനേജ്മെന്റ് തന്നെ ഡിഫറെന്റ് ആയി, അല്ലേ? സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ ഏത് വർഷമാണ് ലോസ് ഉണ്ടാകുന്നത് ആ വർഷത്തെ 51% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ഏത് വർഷം ഉണ്ടായിരിക്കണം? ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന വർഷം ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ലോസ് വാസ് ഇൻകേർഡ്, കറണ്ട് പ്രീവിയസ് ഇയർ, അതായത് ലോസ് ഉണ്ടാകുന്ന വർഷവും അത് സെറ്റ് ഓഫ് ചെയ്യുന്ന വർഷവും. കണ്ടോ? അറ്റ്ലീസ്റ്റ് 51% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും സെയിം ആയിരിക്കണം. ഓക്കെ, നോക്കി, 51% of the voting power should be the beneficiary held on the last day of the previous year in which the loss is sought to be set off by the same persons who held at least 51% of shares of the last day of the financial year in which the loss was incurred. ഏത് വർഷമാണോ ഉണ്ടാവുന്നത് ആ വർഷവും ഏത് വർഷമാണോ സെറ്റ് ഓഫ് ചെയ്യുന്നത് ആ വർഷം. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? then the carry forward and set off losses is possible. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബിസിനസ് ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും സെറ്റ് ഓഫ് ചെയ്യാനും പാടുള്ളൂ. ഇനി നോക്കേ, ഇൻ കേസ് ഓഫ് എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ്, കണ്ടോ, അതർ ദാൻ എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനി. എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനി എന്താണെന്ന് പറയാം, അവരുടെ റൂൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഓർത്തിരുന്നാൽ മതി, എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇത് ബാധകമല്ല. No loss shall be carried forward and set off against the income of the previous year unless at least 51% of the voting powers of the companies are beneficially held. On the last day of the previous year in which the loss is sought to be set off by the same persons, അവർ തന്നെ ആയിരിക്കണം എപ്പോഴും who held at least 51% shares of the last day of the financial year in which the loss was incurred. മനസ്സിലായി? നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ് ലോസ് ഉണ്ടായിരിക്കുന്നത് ആ ലോസ് ഉണ്ടായിരിക്കുന്ന വർഷത്തെ ലാസ്റ്റ് ഡേ. മനസ്സിലായി? എപ്പോഴാണോ നിങ്ങൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് ആ വർഷത്തെ ലാസ്റ്റ് ഡേ. ഈ രണ്ട് ഡേറ്റിനാണ് ഉണ്ടായിരിക്കുന്ന 51% ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നിരിക്കുന്ന ബിസിനസ് ലോസ് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇനി നോക്കി, ലോസസ് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. സെക്ഷൻ 59 അപ്ലൈസ് ടു ഓൾ ലോസസ് ഇൻക്ലൂഡിംഗ് ലോസസ് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ബിസിനസ് ആണ്, ഓക്കെ, ബിസിനസ്സും ആണ്, ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ. സോ ക്യാപിറ്റൽ ഗെയിൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാനും ഇൻക്ലൂഡിംഗ് ലോസസ് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. Okay, and unabsorbed depreciation. The above provision is not applicable on unabsorbed depreciation. Such unabsorbed depreciation shall be allowed to carry forward. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ഏതിന് ബാധകമല്ല? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ബാധകമല്ല. സച്ച് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഷാൾ ബി അലൗഡ് ടു ബി ക്യാരി ഫോർവേഡ്. നമുക്ക് എന്ത് ചെയ്യാം? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ, ഇനി എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതായത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഈ പറയുന്ന വർഷങ്ങളിൽ, അതായത് ആദ്യത്തെ വർഷങ്ങളിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന പോലെ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോസ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനകത്ത് മാറ്റം വരാനോ കാര്യങ്ങളെല്ലാം സാഹചര്യമുണ്ട്. സോ എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഒരു സ്പെസിഫിക് റൂളും കൂടെ നമ്മളോട് പറയുന്നുണ്ട്. Okay, in case of eligible startup company not being a company in which public are substantially interest, the loss incurred in any year prior to the previous year shall be carried forward and set off against the income of the previous year. അതായത് carry forward ചെയ്യാം അല്ലെങ്കിൽ set off ചെയ്യാം. എങ്ങനെയാണെങ്കിൽ if all the shareholders
all the shareholders of such a company who held shares carrying voting power on the last day of the year or years in which the loss was incurred continue to hold those shares on the last day of such a previous year. മനസ്സിലായോ? ഓക്കെ, എങ്ങനെയായിരുന്നു? കണ്ടിന്യൂ ടു ഹോൾഡ് ദ ഷെയർസ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് സച്ച് പ്രീവിയസ് ഇയർ. അതായത് ആ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കണം എന്നർത്ഥം. കൂടാതെ ആൻഡ് സച്ച് ലോസ് ഹാസ് ബീൻ ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 7 years ബിഗിനിങ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് സച്ച് എ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 7 വർഷത്തെ ലോസിന് മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരു അതായത് എലിജിബിൾ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ ആദ്യത്തെ 7 വർഷത്തെ ലോസിനകത്ത് മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയുള്ളൂ, ഒരു സ്പെഷ്യൽ എക്സെപ്ഷൻ കിട്ടുള്ളൂ. മനസ്സിലായി? ഇനി ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്, ദ ചേഞ്ച് ഇൻ ഷെയർ ഹോൾഡിംഗ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ് ആർ നോട്ട് ബി കൺസിഡർഡ്. അതായത് ഈ പറയുന്ന 51% ഷെയർ ഹോൾഡിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന റീസൺസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 51%-നേക്കാൾ കുറവ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കൺസിഡർ ചെയ്യേണ്ട, അത് എലിജിബിൾ ആണ്, നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഈ 51%-ന്റെ ലോസ് സംഭവിക്കുന്നത് ഇനി പറയുന്ന ഏതെങ്കിലും റീസണിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. ദാറ്റ് മീൻസ് ആ കേസിനകത്ത് 51%-നേക്കാൾ കുറവാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന്, ട്രാൻസ്ഫർ ഡ്യൂ ടു ദാറ്റ്. ദാറ്റ് മീൻസ് ആ ഷെയർ ഹോൾഡേഴ്സ് മരിച്ചു, അത് മുഖേനയാണ് നമുക്ക് വേറെ മാറുന്നതെങ്കിൽ നോ ഇഷ്യൂസ്. 51%-നേക്കാൾ കുറവാണെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ട്രാൻസ്ഫർ ബൈ വേ ഓഫ് ഗിഫ്റ്റ്. ഓക്കെ, അതായത് ഷെയർ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് വഴിയാണ്. ആൻഡ് ദ തേർഡ് വൺ, അമാൽഗമേഷൻ ഓർ ഡീമർജർ ഓഫ് എ ഫോറിൻ കമ്പനി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അമാൽഗമേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്, ഈ ഫോറിൻ കമ്പനിയായിട്ടുള്ള അമാൽഗമേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, അത് വായിക്കണേ. Any change in the shareholding of an Indian company which is a subsidiary of a foreign company as a result of amalgamation or demerger of a foreign company subject to the condition that 51% of shareholders of the amalgamating or demerged foreign company continues to be the shareholders of the amalgamated or resulting foreign company. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഇവിടെ ഇന്ത്യൻ കമ്പനിയാണ്, ഈ ഇന്ത്യൻ കമ്പനി ആരുടെ സബ്സിഡറി ആണ്? ഫോറിൻ കമ്പനിയുടെ സബ്സിഡറി ആണ്. ആ ഫോറിൻ കമ്പനിയുടെ അമാൽഗമേഷനോ ഡീമർജറോ മുഖേനയാണെങ്കിൽ ഓക്കെ എക്സെപ്റ്റഡ് ആണ്. And the insolvency and bankruptcy code. That means ഈ ഇൻസോൾവൻസി പ്രൊവിഷൻ കാരണമാണ്, അല്ലെങ്കിൽ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് കാരണമാണ് ഇത് കുറയുന്നതെന്ന് വിചാരിക്കാം. നോക്കി, where change in the shareholding is taken place pursuant to the resolution plan approved under the insolvency and bankruptcy code 2016 after affording the reasonable opportunity of being heard, okay, jurisdictional principal commissioner or commissioner. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് നമുക്കത് IBC പഠിക്കാനുണ്ട്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് ലോയ്ക്കകത്ത് പഠിക്കാനുണ്ട്. സോ അങ്ങനെ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് കാരണമാണ് ഈ പറയുന്ന 51% ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡിസ്ട്രസ്ഡ് കമ്പനീസ്. ഓക്കെ, ദ പ്രൊവിഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു എ കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറി ആൻഡ് സബ്സിഡറി ഓഫ് സച്ച് സബ്സിഡറി. കമ്പനിയുടെ സബ്സിഡറിയുടെ സബ്സിഡറി എന്തൊക്കെയാണെന്ന് നോക്കി. ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഓൺ ദ അപ്ലിക്കേഷൻ മൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 241 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് സസ്പെൻഡഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് സച്ച് കമ്പനി ആൻഡ് ഹാസ് അപ്പോയിന്റഡ് ന്യൂ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 242 ഓഫ് ദ സെഡ് ആക്ട്. അതായത് സെക്ഷൻ 241 പ്രകാരം എന്ത് ചെയ്യാം? ഈ പറയുന്ന നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ മാറ്റിയിട്ട് സെക്ഷൻ 242 പ്രകാരം പുതിയ ഡയറക്ടേഴ്സിനെ നിയമിക്കുകയാണെങ്കിൽ അവിടെ 51% ചേഞ്ച് വന്നാലും കുഴപ്പമില്ല. And the second one, any change in the shareholding of such company and its subsidiary and the subsidiary of such a subsidiary has taken place in the previous year pursuant to the resolution plan approved by the tribunal under section 242 of the Companies Act 2013 after affording a reasonable opportunity of being heard. ഓക്കെ, ആ മോളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, അതായത് സെക്ഷൻ 241 242 അപ്ലിക്കബിൾ ആണെങ്കിൽ ഓക്കെ സെക്ഷൻ 241 പ്രകാരമാണ് ഇത് മാറ്റുന്നത്, പകരം 242 പ്രകാരമാണ് പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും ഈ പറയുന്ന 51% ഡിഫറൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ എന്ന് നോക്കണം. 2 പ്രോബ്ലം ഉണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, following are the details of X Private Limited determine the brought forward losses available for the set off during the previous year 2019-20 relevant to the assessment year 2020-21. ഇനി 18-20 ബിസിനസ് ലോസ് 12 ലക്ഷം ഉണ്ടായിട്ടുണ്ട്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ 2 lakh ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കിയേ, ഡീറ്റെയിൽസ് ഓഫ് ഷെയർ ഹോൾഡിംഗ് എങ്ങനെയൊക്കെയാ? ഈ 18-19 എക്ക് 30%, ബിക്ക് 25%, സിക്ക് 20%, ഡിക്ക് 25%. ഇനി അടുത്ത വർഷം 19-20 ബിസിനസ് പ്രോഫിറ്റ് 25 lakhs ഉണ്ടായിട്ടുണ്ട് ബിഫോർ അഡ്ജസ്റ്റിംഗ് ബ്രോഡ് ഫോർവേഡ് ലോസസ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ.
ഓക്കെ, അതായത് ബ്രോഡ് ഫോർവേഡ് ലോസ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 25 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കി, അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ 2 ബിസിനസ് ലോസ് 12 ഉണ്ട് ആണല്ലോ. ഇനി ആ ടൈമിലെ ഷെയർ ഹോൾഡിംഗ്സ് നോക്കി, E 30%, F 20%, സോറി 25%, C 20%, D 25%. അതായത് സിയും ഡിയും മാത്രമാണ് കോമൺ ആയിട്ട് പറഞ്ഞത്. അവർക്ക് എത്ര ശതമാനം ഷെയർ ഉള്ളൂ? 45% ഷെയർ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഒരു എക്സെപ്ഷൻ കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഷാൾ യുവർ വ്യൂ വിൽ ഡിഫർ? മിസ്റ്റർ ബി ഹാഡ് ഗിഫ്റ്റഡ് ദ ഷെയർ ഹോൾഡേഴ്സ് എഫ് എ റിലേറ്റീവ് ഓഫ് മിസ്റ്റർ ബി. അതായത് നോക്കി, ബി എഫിന് കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് ആയിട്ടാണ്. അപ്പൊ എത്ര ശതമാനം വരും? 25% കൂടെ വരും അല്ലെ? ഗിഫ്റ്റ് ആണെങ്കിൽ എക്സെപ്റ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രാൻസ്ഫർ ബൈ വേ ഓഫ് ഗിഫ്റ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് അത് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ 51% കൺസിഡർ ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നോക്കി, അതായത് കണ്ടോ, however unabsorbed depreciation 2 lakh shall be available for the adjustment of business income in the previous year. That means business income എത്ര മാത്രം കാണിച്ചാൽ മതി? അതായത് 23 ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ. കാരണം എന്താ? കഴിഞ്ഞ വർഷം ഈ വർഷം 25 ലക്ഷം ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഫസ്റ്റ് ഓപ്ഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ 2 ലക്ഷം രൂപ മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 25 മൈനസ് 2 നമുക്ക് 23 ലാക്സ് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാം. ഇനി ബൈ വേ ഓഫ് ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ പറഞ്ഞിരിക്കുന്ന 12 കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നോക്കി, കണ്ടോ, അതായത് ട്രാൻസ്ഫർ ഓഫ് ദ ഷെയർ ബൈ വേ ഓഫ് ഗിഫ്റ്റ് ടു എ റിലേറ്റീവ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ചേഞ്ച് ഇൻ ഷെയർ ഹോൾഡിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 79. Hence, the loss of 12 lakhs of the previous year 18-19 shall be available for the set off with the income of the previous year 19-20. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, സോ സെക്ഷൻ 79 എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പോലെ പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനിക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയണേ. 51% ഈ ലോസ് ഉണ്ടാവുന്ന സമയത്തും ഓക്കെ, ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന 51% ഓഫ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കയറി വരികയാണെങ്കിൽ മാത്രം ഇത് അപ്ലിക്കബിൾ ആണ്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെ 51% നോക്കണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയനെ, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, നമുക്ക് അതിന് മുമ്പ് ആ മാർജിൻ റിലീഫും കൂടെ നോക്കണം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് മാർജിൻ റിലീഫായിട്ട് കാണാം.